ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫാർമസി പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾ മാർക്സ് ഒക്കെ റിമൂവ് ചെയ്ത് നല്ല ക്ലിയർ സ്കിൻ തരുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. മിക്കവർക്കും അറിയും, ചിലവർക്ക് അറിയാത്ത ചിലവരൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ തന്നെ അറിഞ്ഞത് 1 ഇയർ ആയിട്ടുള്ളൂ. ഇതിന് മുന്നേ കുറേ പേര് അറിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ഇയർ ആയിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് പേഴ്സണലി യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് എനിക്ക് ഉണ്ടായ ചേഞ്ചസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പെട്ടെന്ന് ഒരു ഫേസിൽ ഒരു സൈഡ് ഒരു പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. പിമ്പിൾ വന്ന സമയത്ത് ഞാനത് കാര്യമാക്കിയില്ല. എനിക്ക് സാധാരണ പീരീഡ്സ് ടൈമിൽ എനിക്ക് 1-2 പിമ്പിൾസ് വരാറുണ്ട്. അപ്പോൾ ഞാനത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു, അങ്ങനെ 3-ാമത്തെ ദിവസമായി, 4-ാമത്തെ ദിവസമായി. അപ്പോൾ ഓരോരോ ദിവസം കൂടുമ്പോഴും എനിക്ക് കുറച്ച് പിമ്പിൾസ് കൂടി അങ്ങനെ 1 വീക്ക് ആകുമ്പോഴേക്കും എൻ്റെ ഫേസ് ഫുള്ള് 2 കവിളിലും നല്ലപോലെ എനിക്ക് പിമ്പിൾസ് നല്ലോണം നിറഞ്ഞു. എനിക്ക് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ആ സമയത്ത് കുറച്ച് ഓയിലി ഫുഡ്സ് കുറച്ച് അധികം കഴിക്കുമായിരുന്നു, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് യൂസ് ചെയ്യാത്ത പ്രോഡക്ട്സ് ഞാൻ ഇന്ന വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കി, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അത് യൂസ് ചെയ്ത് പോയ സമയത്ത് എനിക്ക് അതിൻ്റെ റിയാക്ഷൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ റിയാക്ഷൻ ആവാൻ ചാൻസ് ഇല്ല. ആ പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോൾ പിമ്പിൾസ് ഒന്നും വരാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇനി ഓയിലി ഫുഡ് കഴിച്ചത് കൊണ്ടായിരിക്കും മേ ബി. പിന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ സ്കിൻ കെയർ നേരെ ചെയ്യുന്നില്ല, എല്ലാ ഹോം റെമഡീസും ഓരോന്നും ഫേസിൽ ഓരോന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നെ ചെയ്ത് പറയും, ഞാൻ ഫേസിലോട്ട് ഓരോന്ന് വേണ്ടാത്തതൊക്കെ ആയിട്ട് ഫേസിൽ ഇട്ട് നോക്കുന്നത് കാരണമാണ് എൻ്റെ ഫേസിൽ നല്ലോണം പിമ്പിൾസ് വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞു. എനിക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല എന്തുകൊണ്ടാണെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അമ്മ എനിക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് തന്ന് യൂസ് ചെയ്യാൻ പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് വേറെ ആരോ റെക്കമെൻഡ് ചെയ്തതാണ്. വേറെ ഏതൊരു ചേച്ചി യൂസ് ചെയ്ത് ആ ചേച്ചീൻ്റെ ഫേസിലുണ്ടായിരുന്ന പിമ്പിൾസ് എല്ലാം പോയി. അപ്പോൾ എൻ്റെ അമ്മ ആ ചേച്ചീൻ്റെ അടുത്ത് ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു. ഞാൻ യൂസ് ചെയ്തതും എനിക്ക് ഒരു 2 വീക്കിൻ്റെ ഉള്ളിൽ എല്ലാ പിമ്പിൾസും പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടായിരുന്നു. അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പിമ്പിൾസൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. നല്ല ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ എൻ്റെ അനിയനും യൂസ് ചെയ്യുന്നുണ്ട്, അവനും അത്യാവശ്യം റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്ത പോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യണ പോലെയല്ല എൻ്റെ അനിയൻ യൂസ് ചെയ്യുന്നത്. അവന് റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകി, പക്ഷേ എനിക്ക് വേഗം റിസൾട്ട് കിട്ടി. അപ്പം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും എന്താ പ്രോഡക്റ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രോഡക്റ്റ് വന്നിട്ട് ക്ലിയർ ജെൽ എന്നാണ് പേര്. ക്ലിയർ ജെല്ല് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, മിക്കവരും കേട്ടിട്ടുണ്ടാവും. ഇതാണ് സംഭവം. ക്ലിയർ ജെല്ല് ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ജെൽ എന്നാണ് ഇതിൻ്റെ പേര്. 20 ഗ്രാമിന് 200 രൂപയാണ്, 195 രൂപയാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ. ഈ സംഭവം വാങ്ങിച്ചപ്പോൾ ഇതിന് മുന്നേ എനിക്ക് അമ്മ വാങ്ങിച്ചു തന്ന സമയത്ത് 185 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ സ്റ്റോക്കാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഓരോരോ പിമ്പിൾസ് വന്നു കഴിഞ്ഞാലും ഞാനത് എടുത്ത് തേക്കാറുണ്ട്. അത് 2 ദിവസം കൊണ്ട് പോകും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നല്ലൊരു ഫേസ് വാഷ് വെച്ച് നല്ല വാഷ് ചെയ്യും. ഫേസ് വാഷ് ചെയ്യുമ്പോൾ സാധാ പച്ചവെള്ളത്തിലല്ല വാഷ് ചെയ്യുക, ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് ഫേസ് വാഷ് ചെയ്യേണ്ടായിരുന്നത്. നല്ല ഇളം ചൂടുവെള്ളം എടുക്കും, എന്നിട്ട് ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്യും. അതിന് ശേഷം ഒരു കപ്പിൽ നല്ല ചൂടുവെള്ളം എടുക്കും, നല്ലോണം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലോട്ടൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ മുക്കിയിട്ട് നല്ലോണം ചൂടോടെ മുക്കിയിട്ട് അതിനെ പിഴിഞ്ഞിട്ട് ആ ചൂടോടെ ഇങ്ങനെ പിമ്പിൾസിൻ്റെ മേലെ വെച്ച് കൊടുക്കാറാണ് പതിവ്. എന്നിട്ട് അതൊന്ന് വെറ്റായി കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞ് വെച്ചാൽ ചെറിയ ഒരു തണുപ്പ് മാതിരി ഉണ്ടാവും നമ്മുടെ ഫേസ്. ഉണങ്ങിയിട്ടുണ്ടാവും, എന്നാലും ചെറുതായിട്ടൊരു നനവ് മാതിരി. ആ ടൈമിലാണ് ഈ ജെല്ല് ഞാൻ അപ്ലൈ ചെയ്യുക. എപ്പോഴും രാത്രിയാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. കിടക്കുന്നതിൻ്റെ
1 മണിക്കൂർ മുന്നേ, നമ്മൾ ബെഡിൽ കിടക്കാൻ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഇത് അപ്ലൈ ചെയ്യും. അതിന് ശേഷം കിടന്നുറങ്ങും. അങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗും ഇതേപോലെ ചുടുവെള്ളം വെച്ചിട്ടായിരിക്കും മുഖം കഴുകുക. ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യും. ഇങ്ങനെ ടവൽ എന്തെങ്കിലും ഇട്ട് ഫേസ് നന്നായി ഒപ്പി കൊടുത്തിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അങ്ങനെ ഞാൻ 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഏതിനും ഒരു റിസൾട്ട് ഉണ്ടാവുക. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അനിയൻ സാധാരണ ഫേസ് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കാറുള്ളൂ. അവന് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ട് ഫേസ് കഴുകും. പിന്നെ ചൂട് വെച്ചിട്ട് തന്നെ ആ ചൂടുള്ള ടവൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒപ്പി കൊടുക്കും. എന്നിട്ട് അത് ഒന്ന് ഇത്തിരി ഡ്രൈ ആയി കഴിയുമ്പോഴാണ് ഞാൻ ഇത് തേക്കാറുള്ളത്. ഇത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള, ഇതിൻ്റെ പേര് പോലെ തന്നെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ജെല്ലാണ്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് കിട്ടിയ സാധാ ഒരു വെള്ളം ഇത്തിരി ഒട്ടുന്ന ഒരു ടൈപ്പിൽ ഇങ്ങനെ നമുക്ക് തേച്ചൊന്നും അറിയില്ല. നമ്മൾ എന്തെങ്കിലും പിമ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇത് ചെറുതായിട്ട് ഒട്ടുന്ന പോലെ ഉണ്ടാവും, ചെറിയ രീതിക്ക്. അതുകൊണ്ടാണ് കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നെങ്കിലും ഇടണം എന്ന് പറയണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇത് തേച്ചിട്ട് കിടക്കുമ്പോൾ തലാണിയിൽ ഫുള്ളും ആവും. നമ്മൾ അങ്ങനെ വേഗം വന്ന് കിടന്നു കഴിഞ്ഞാൽ തലാണിയിലാവും. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഈ മുടികളൊക്കെ ഇങ്ങനെ ഇപ്പോൾ തട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് അതെടുത്ത് മാറ്റാനായിരിക്കും സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ചെറുതായിട്ട് ഉണങ്ങും. പിന്നെ അങ്ങനെ ഉറങ്ങാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയാനായിരുന്നു അതുണ്ടായിരുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നല്ലോണം പിമ്പിൾസ് ഉള്ളവർക്കാണെങ്കിലും ഇത്തിരി പിമ്പിൾസ് ഉള്ളവർക്കാണെങ്കിലും ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഫുൾ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തേച്ച് വിടുമായിരുന്നു. അങ്ങനെ ഫേസിൽ ഫുള്ളും ഇങ്ങനെ തേച്ച് വിടുമായിരുന്നു. ഓരോന്നായിരുന്നില്ല, ഞാൻ അങ്ങനെ തേച്ച് വിടുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഫുൾ പിമ്പിൾസ് ഉള്ളവർക്കും അങ്ങനെ തേക്കാം. പിന്നെ ചിലവർക്ക് എല്ലാ പ്രോഡക്ട്സും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണ്ടാവില്ല. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതാണ് സംഭവം. അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ചേച്ചിക്ക്, ഡോക്ടറായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ചേച്ചിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കണ്ടിട്ടാണ് എൻ്റെ അമ്മ എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടൊന്നും അല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അമ്മ അങ്ങനെ വാങ്ങിച്ചത്, ഞാൻ യൂസ് ചെയ്തു. എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. ഇതിൻ്റെ വേറൊരു ക്രീം തന്നെ ഉണ്ട്, ക്ലിയർ ജെൽ AP എന്ന് പറഞ്ഞിട്ട്. അവർ പറയണത്, മെഡിക്കൽ സ്റ്റോറുകാർ പറയണത് അതിനാണ് നല്ലോണം റിസൾട്ട് ഉണ്ടാവുക എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഫസ്റ്റ് തൊട്ട് തന്നെ വാങ്ങിച്ചത്, എനിക്ക് വാങ്ങിച്ചു തന്നത് ഇതായിരുന്നു, ക്ലിയർ ജെൽ. ഇത് പ്ലെയിൻ ആണെന്നാണ് പറയുന്നത് അവർ. ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഞാൻ പിന്നെയും ഇത് തന്നെ വാങ്ങിച്ചത്. അതിനെന്തോ 300 സംതിങ് റേറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ വാങ്ങാൻ നിന്നില്ല. ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാവും, നമുക്ക് അത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ അത് വാങ്ങണവർക്ക് അത് വാങ്ങാം. അതാണ് കൂടുതൽ എഫക്റ്റീവ് എന്നാണ് എല്ലാവരും പറയണത്. ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾ മാർക്സ് ഒക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പിമ്പിൾ മാർക്സ് പോകണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസിൻ്റെ മേലെ ഞാൻ യൂസ് ചെയ്യും. മാർക്ക് പോകാൻ വേണ്ടിയിട്ട്, ഈ ഡാർക്ക് സ്പോട്ടോ അങ്ങനെയുള്ളതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിമ്പിൾസ് പോയപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. പിമ്പിൾസ് വരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യും. അതല്ലാതെ പിമ്പിൾ മാർക്സ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിമ്പിൾ മാർക്സിൻ്റെ മേലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പിമ്പിൾസ് പോകാൻ അടിപൊളി സാധനമാണ്. പിമ്പിൾസ് പോകാൻ നല്ലൊരു സാധനമാണ്. എല്ലാവർക്കും ധൈര്യത്തിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ചിലവർക്ക് ഇത് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണ സമയത്ത് കുരുവൊക്കെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എരിച്ചലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പിമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല തൊട്ട് കഴിഞ്ഞാൽ നല്ല വേദനയുള്ള ഒരു പിമ്പിൾസ് ആയിരുന്നു. റെഡായിട്ട് എല്ലാ പിമ്പിൾസും നല്ലോണം വേദന ഉണ്ടായിരുന്നു. ഞാനിവിടെ കാണിക്കാം. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചത് തന്നെ. അപ്പോൾ കുറച്ച് കമ്മിയായി വന്നപ്പോഴായിരുന്നു ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച്. പിന്നെ മുഴുവനായിട്ട് പോണ സമയത്ത് അതിൻ്റെയും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതിന് മുന്നേ നല്ലോണം എനിക്ക് പിമ്പിൾസ് വന്നപ്പോൾ ഉള്ള സ്റ്റാർട്ടിങ് ഉള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല. പിന്നെ ഉള്ള സമയത്ത് എടുത്ത ഫോട്ടോസും അധികം പിമ്പിൾസ് ഉണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്നില്ല. എന്തായാലും എനിക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നല്ല റിസൾട്ട് കിട്ടിയത്. ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും
യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. 200 രൂപയേ ഉള്ളൂ. ഇനിയിപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങണോ എന്ന് വിചാരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, യൂസ് ചെയ്ത് നോക്കൂ. റിസൾട്ട് 100% ഉറപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ അനിയനും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവന് റിസൾട്ട് വരാൻ ലേറ്റായി എന്ന് പറയാൻ കാരണം അവൻ ചൂടുവെള്ളം വെച്ചിട്ടൊന്നും അവൻ ഫേസ് കഴുകാറുണ്ടായിരുന്നില്ല. ഞാൻ ഇത് തേച്ച് പിറ്റേ ദിവസം മോർണിംഗ് ആണെങ്കിലും ചൂടുവെള്ളം വെച്ചിട്ടായിരുന്നു കഴുകുന്നുണ്ടായിരുന്നത്. അവൻ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം റിസൾട്ട് ലേറ്റ്. പക്ഷേ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയിട്ടാണെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന് നല്ല ചേഞ്ചസ് ഉണ്ട്. ഇപ്പോഴും അവൻ യൂസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഓയിലി സ്കിൻ ആയത് കാരണം അവൻ്റെ ഫേസിൽ നല്ലോണം പിമ്പിൾസ് ഉണ്ട്. അത് കാരണം അവൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട്. അത് അവൻ്റെ ഓയിലി സ്കിൻ ആയത് കാരണം അവന് നല്ലോണം പിമ്പിൾസ് ഉണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് പറയാറുണ്ട് ചൂടുവെള്ളം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുമ്പോഴാണ് വേഗം റിസൾട്ട് ചെയ്യുന്നത്. പക്ഷെ അവൻ അത് ചെയ്യാൻ നിൽക്കാറില്ല. അത് കാരണമാണ് റിസൾട്ട് വൈകണത്. എനിക്കെന്തായാലും ആ ഒരു മെത്തേഡിൽ യൂസ് ചെയ്തപ്പോൾ വേഗം റിസൾട്ട് കിട്ടി. എനിക്കെന്തായാലും നല്ല റിസൾട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനി എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മുടെ ഫേസിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമോ അങ്ങനെ പേടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണതായിരിക്കും ബെറ്റർ. അങ്ങനെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുക. ഇങ്ങനെ ഒരു ക്രീം യൂസ് ചെയ്തോട്ടെ അങ്ങനെ ചോദിക്കുക. ചോദിച്ചിട്ട് ഡോക്ടർ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ട. പിന്നെ സാധാരണ എല്ലാവരും മെഡിക്കൽ സ്റ്റോറിൽ ഇത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കിട്ടുന്ന ഒരു സാധനമാണ്. 200 രൂപേൻ്റെ ഉള്ളിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വാങ്ങിച്ച് നോക്കി യൂസ് ചെയ്യാം. ഈ ഒരു ട്യൂബ് ഫുള്ളും കഴിയുമ്പോഴേക്കും എന്തായാലും പകുതി ആകുമ്പോഴേക്കും ഫസ്റ്റ് ദിവസം രണ്ടാമത്തെ ദിവസം അങ്ങനെയൊന്നും റിസൾട്ട് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഈ ഒരു ട്യൂബ് യൂസ് ചെയ്യണതിന് മുന്നേ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യില്ല. എനിക്ക് ഇട്ട് നോക്കി നല്ല റിസൾട്ട് കിട്ടിയത് കാരണം മാത്രമാണ്. ഇതിപ്പോൾ എൻ്റെ പിമ്പിൾസ് വന്നിട്ട് ഫേസിൽ പിമ്പിൾസ് വന്നിട്ട് എനിക്ക് 1 year ആയി. ആ സമയത്താണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് പിമ്പിൾസ് വരുന്നത് കാരണം യൂസ് ചെയ്യുന്നുണ്ട്. ഓരോരോ പിമ്പിൾസ് വരുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. മൊത്തത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിലും പിമ്പിൾസ് ഇവിടെ ഫുള്ള് ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ 1-2 പിമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ പിമ്പിൾസിൻ്റെ മേലെ മാത്രം ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ്. മെയിനായിട്ട് പിമ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒരു പിമ്പിളൊക്കെയാണ് പറഞ്ഞാൽ അതിൻ്റെ മേലെ ആക്കി കൊടുക്കുക. ഇനി മൊത്തത്തിലാണെങ്കിൽ അങ്ങനെ തേച്ചത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചില ക്രീമുകൾ അല്ലെങ്കിൽ ചില മരുന്നുകളൊക്കെ തേക്കുന്ന സമയത്ത് അവിടെ മാത്രമേ തേക്കാൻ പാടുള്ളൂ, വേറെ എവിടെയും തട്ടാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഓരോന്ന് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ഇതിന്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഷ്ടമായിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.